എന്തിന് സൂംബ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള രണ്ട് പോയിന്റ് കൂടെ ഒന്ന് പറയാം. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഈ മൈൻഡ്ഫുൾനെസ് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് 3 സെൻസ് ഓർഗനും അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ സൂംബ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് സ്റ്റൈൽ ഈ ഒരു മോഡൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ മൂന്നും അവർക്ക് ബോഡി പോസ്റ്റർ നോക്കണം, അവര് റിതം നോക്കണം, അതുപോലെ തന്നെ മ്യൂസിക്കിനൊത്ത് അവർ മൂവ് ചെയ്യണം. ഇവിടെ ഒരു മൈൻഡ്ഫുൾനെസ്, ഒരു അലൈൻമെന്റ് വരുന്നുണ്ട്. ഇത് കുട്ടിയുടെ ഫോക്കസിനെയും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാത്തിനും ഉപരി എനിക്കറിയാം, എല്ലാ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും പറയുന്ന ഒരു വാക്കാണ് ലൈഫ് സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ലൈഫ് സ്കിൽസ് നമ്മൾ പഠിക്കണമെങ്കിൽ ഇതുപോലെ പാഠ്യേതര, എസ്പെഷ്യലി സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ കുട്ടി ജീവിതം പഠിക്കുകയുള്ളൂ. തോൽക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഓടാൻ പഠിക്കുകയുള്ളൂ. അതുപോലെ കുട്ടി ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പഠിക്കുകയുള്ളൂ, അവനവനെ കുറിച്ചുള്ള ബോധം പഠിക്കുകയുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നതിന് മുൻപ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഇതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് ആത്യന്തികമായി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ശരി, ഞാൻ വരാം ഡോക്ടർ ലിസി ഷാജഹാൻ.